പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫിഷിംഗ് വീഡിയോ അല്ല ചെയ്യുന്നത്. ഇന്ന് മഞ്ചേരി തുറക്കൽ ഫിഷിങ്ങിനായിട്ട് വന്ന സമയത്ത് കണ്ട കാഴ്ചയാണ്. അത് നിങ്ങളെയും കൂടി കാണിക്കണം. ഈ വേസ്റ്റ് ഒക്കെ ഒഴുകിയിട്ട് പുഴയിലെത്തുന്നുണ്ട്. ആ പുഴയത്തെ വെള്ളമാണ് കുടിവെള്ളമായിട്ട് തിരിച്ചിങ്ങോട്ട് നിൽക്കുന്നത്. ഇവർ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇതൊക്കെ ക്ലീൻ ആക്കുന്നത്. കാരണം പ്ലാസ്റ്റിക് കവറുകൾ, കിച്ചൺ വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, എന്തിനാണ് പറയുന്നത്, നമ്മളെ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ഡയപ്പേഴ്സ് വരെ ഇതിലുണ്ട്. വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലാവും, എന്നാലും സപ്പോർട്ട് ചെയ്യണം. നിക്കൂല കുറേ നേരമായിട്ട് ഒരാൾ അതിൻ്റെ താഴെ നിന്നിട്ട് ക്ലീൻ ആക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ വേസ്റ്റുകളാണ്, ചാക്കുകളും മരക്കഷ്ണങ്ങളും ഒരുപാടുണ്ട്. ഇവരിവിടെ ഇത് കൂട്ടിയിട്ടിട്ട് പ്ലാസ്റ്റിക്കുകൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇവരെ വാഹനത്തിലാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ നമ്മൾക്ക് സ്വയം തോന്നേണ്ട കാര്യമാണ് കേട്ടോ. ഈ വേസ്റ്റുകൾ ഇങ്ങനെ കവറിലാക്കിയിട്ട് തോടിലേക്ക് എറിയാൻ പാടില്ല. അത് തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് സ്വയം തോന്നിയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ചെയ്യുന്നത് കണ്ടിട്ടാവും അടുത്ത വീട്ടുകാരും ചെയ്യുന്നത്. നമ്മൾ ചെയ്യാതിരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീട്ടുകാർ ചെയ്യുമ്പോൾ അവരോട് പറയാം, അതൊന്നും ചെയ്യരുത്, അത് തെറ്റാണ്. നമ്മളുടെ മടി മാറ്റി വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പലപ്പോഴും ഹരിതകർമ്മസേന കൊണ്ടുപോകുന്ന വേസ്റ്റുകൾ പോലും നമ്മൾ തോട്ടിലേക്ക് എറിയുന്നത് മടി കാരണമാണ്. ഇതുവഴി പോയിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ബംഗാളീസിനെയാണ് കുറ്റം പറയുന്നത്. എഴുത്തും വായന അറിയുന്ന മലയാളികൾ ചെയ്യുന്ന അത്ര പോലും അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളുടെ തോട് ഇതുപോലെ ക്ലീൻ ആയിട്ടുണ്ട്. ഇതുപോലെ നിലനിർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. മഞ്ചേരി നഗരസഭ ജോലിക്കാരായിട്ടില്ല ഈ 4 പേരാണ് ഇന്നത്തെ ഹീറോസ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.